എന്റെ പേര് ഒഫീഷ്യൽ നെയിം ശോശാമ്മ സാമുവൽ. വീട്ടിലെ പേര് പൊന്നമ്മ. ഞാനിപ്പോ ഇവിടെ ഹൂസ്റ്റണിൽ എന്റെ മോളെ വിസിറ്റ് ചെയ്യാൻ വന്നതാണ്. ഇവിടെ വെച്ച് സെന്നിയുടെ സിസ്റ്ററിനെ വിസിറ്റ് ചെയ്യാൻ വന്നു. ഞങ്ങൾ ഒന്നിച്ച് ജോലി ചെയ്തോണ്ടിരുന്ന അവരെ വിസിറ്റ് ചെയ്യാൻ വന്നപ്പോ സെന്നി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് എനിക്ക് കാണണമെന്ന് പറഞ്ഞിട്ട് എന്നെ കാണാനായിട്ട് വന്നതാണ്. ഞങ്ങൾ അവിടെ സെൻട്രൽ ഹോസ്പിറ്റൽ ICUല് സെന്നിക്ക് ആക്സിഡന്റ് ആയി അഡ്മിറ്റ് ആയി. വെന്റിലേറ്ററിൽ ഹി വാസ് മോർ ദാൻ 3 months ഹി വാസ് ഇൻ വെന്റിലേറ്റർ. ഇതിനിടയ്ക്ക് I think he had 4 times cardiac arrest, right? Dialysis during dialysis once he had cardiac arrest, and Hansi was because Hansi was shouting and screaming and came running to the ICU and took the doctors, catched the doctors and went there and resuscitated him. And after many first day of the admission, 39 unit of blood in at the stretch, one by one, 39 unit. One side he was bleeding, another side. അവസാനം ലാസ്റ്റില് ഈ പോകുന്ന ബ്ലഡ് തന്നെ എടുത്ത് കൊടുക്കാമെന്ന് ചിന്തിച്ചു. പക്ഷെ അങ്ങനെ കൊടുത്തില്ല. അതുപോലെ nobody thought he will be coming back. After everybody was praying for him, and after many days when he got up to life, he was telling he was flying in the air like that. He was all those days. Yeah. So what was that daily work you all were doing on? Oh my God. Daily work. I know. Still, what extra work? That Hansi can tell you. But when Hansi says, it is a long story. എനിക്ക് ഇതിലെല്ലാം സന്തോഷമുള്ളത് അവിടെ കിടന്നോണ്ട്, ആ ബെഡിൽ കിടന്നോണ്ട് കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കാനായിട്ട് സെന്നിക്ക് ഭാഗ്യം കിട്ടി. എന്നെ നിങ്ങൾ രണ്ടുപേരും എന്നോട് പറഞ്ഞ് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്ന ഐ ആം സ്റ്റിൽ യു റിമെമ്പർ. അന്നമ്മ കുറച്ചുകൂടെ യങ്ങറും ഇച്ചിരൂടെ ഒക്കെ പേഴ്സണാലിറ്റി ഹയർ. I remember yeah but you are very sincere those days when you talk to me, Yeah, we were taking care of you like our own brother. Yeah. So ഞാൻ അവിടെ ഒരു 90 ഡേയ്സോളം ഉണ്ടായിരുന്നു അമ്മയുടെ കൂടെ. ഞാൻ പിന്നെ അവസാനം വീൽ ചെയറിലാണ് ഡിസ്ചാർജ് ആകുന്നത്. Do you remember those days? Yes. ഒരു ദിവസം ടിസാൻഡി ഡോക്ടർ ഓർമ്മയുണ്ടോ? ടിസാൻഡി ഡോക്ടർ എന്നോട് ഏതാണ്ട് ത്രോട്ടിൽ കൂടെ ഏതാണ്ട് നോക്കിയപ്പോൾ ഞാൻ ജസ്റ്റ് അയാളുടെ മുഖത്ത് വൊമിറ്റ് ചെയ്ത് ഓർക്കുന്നുണ്ടോ? അങ്ങനെ ഒരു സിറ്റുവേഷൻ ഓർക്കുന്നുണ്ടോ? I know how dirty, right? Yeah. എത്ര നാള് ഡയാലിസിസ് ചെയ്തു? ആ പുള്ളിക്കാരി തന്നെ അപ്രീഷിയേറ്റ് ചെയ്യണ്ട. സിസ്റ്റർ അങ്ങനെ ചോദിച്ചു, ഇത് ചെയ്തോന്ന് ചോദിച്ചു, ഇട്ടോന്ന് ചോദിച്ചു. ഇട്ടില്ല. ആ ഡോക്ടർ പറഞ്ഞു എന്നാലും ഓപ്പൺ അടയ്ക്കാതിരിക്കാനല്ല, എന്താന്നുള്ളത് അറിഞ്ഞ് പിന്നെയും തുറക്കാതിരിക്കാനായിട്ട് എങ്ങനെ കൊണ്ടുവന്നു. But when I visited him later, when I was conscious of discharge, I went back to see that doctor for some other reason. He told me, had I been operating on that day, even I was on that table, എല്ലാം മെഡിക്കൽ ബോർഡൊക്കെ സൈൻ ചെയ്തിട്ടാണ് സെക്കൻഡ് സർജറിക്ക് ഇത് ചെയ്യുന്നത്. Had I been operating, you would be dead there itself,
because I have seen many war patients in in my hospital, and I know similar situations. If they do, it would be So he said, I won't do it, and then I was taken back to. കർത്താവ് ഒരു ആയുസ് തന്നിട്ടുണ്ട്. ആ ആയുസ് കഴിയാതെ ആരെല്ലാം ശ്രമിച്ചാലും എന്തെല്ലാം വന്നാലും അതെ പോകത്തില്ല. അതെ 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 അതൊക്കെ ശരിയാണ്. അത് കഴിഞ്ഞ പക്ഷെ ലൈഫ് ഉണ്ടല്ലോ, എനിക്ക് ഏറ്റവും സന്തോഷം അവിടെ വെച്ച് ദൈവത്തെ അറിഞ്ഞു, അതാണ്. Yeah, അല്ലേ? that is true. That is, yeah. But at the same time, medical doctors and people did fantastic. തീർച്ചയായിട്ടും ഞങ്ങള് ആ ബ്രേസ് ഉണ്ടല്ലോ, ആത്മാർത്ഥമായിട്ട് ആ പെൽവിസിനിട്ട ഒരു ബ്രേസ്, ആ സ്ക്രൂ ചെയ്ത് ആ സ്ക്രൂ അയച്ച ദിവസം എനിക്ക് മനസ്സിലായി ഹൗ ഡീപ് ദാറ്റ് സ്ക്രൂ വാസ്. ഈ പെൽവിസ് മുഴുവൻ ബ്രോക്കൺ അല്ലേ, ബട്ട് they couldn't do anything on my pelvis or spinal cord or anything, so they put a brace. How many 3 months that brace was around me, Because it will take some time. Yeah. എന്തോ ഒരു പ്രയാസമായിരുന്നല്ലോ, ഒന്ന് ടേൺ ചെയ്യാനൊന്നും പറ്റത്തില്ല. കൈ പൊക്കി ഇങ്ങനെ പൊക്കി. Yeah. എന്നെ കണ്ടിട്ട് when I came back from sedation and all, when I was getting my senses back, when one of my uncle working in airport, when he came and see, he couldn't come inside this thing door because that physiotherapist was doing some physiotherapy, and I was crying like anything, like camel or cow, like that sound I was making that day, and he was weeping. Yeah, it was a long ഇപ്പൊ story. ജോലി ചെയ്യുന്നുണ്ടോ? പിന്നെ റിട്ടയർ ആകാൻ പോവുക. പുള്ളി ഇവിടെ വന്ന് ഈ ഇതോടെ തലയുള്ള ബിൽഡിങ്ങിന്റെ സൈറ്റിൽ കൂട്ടി ജോലിയായിരുന്നു. അന്നേരമാണ് ഈ സ്റ്റോം ഞാനും ഷൈനി ഒരു ജോലി, അങ്ങനെ ഞങ്ങൾ ഫിലാഡൽഫിയിൽ നിന്ന് ഇവിടെ വന്നത്. എനിക്ക് ജോലി കിട്ടിയത് കാരണം ചൈനയിലും അവിടെയൊക്കെ ആയിരുന്നു, ജപ്പാനിലല്ലേ? ചൈന, പിന്നെ ദുബായ്, ദോഹ, ഖത്തർ, ഇവിടെ എല്ലാം. പിന്നെ സിയോള്. Yeah, that gentleman, his consultancy is only for 100 and above, nothing below 100. ഇപ്പൊ എത്ര വർഷമായി? 26. This is ഇപ്പൊ 26 വർഷം കഴിഞ്ഞിട്ട് എന്നെ കണ്ടിട്ട് എങ്ങനെ ഇരിക്കുന്നു? ഇപ്പം കണ്ടിട്ട് തന്നെ ഇങ്ങനെ ഇരിക്കുന്നു. ബട്ട് അന്ന് അമ്മാമ്മയ്ക്ക് കുറച്ചുകൂടെ വണ്ണവും, പിന്നെ യങ്ങർ ഏജിൽ അമ്മാമ്മ വാസ് ഒരു ഫിഗറിലേക്ക് ആയിരുന്നു. മറ്റ് സ്റ്റാഫ്നേഴ്സ് നിൽക്കുന്ന പോലെ അല്ലായിരുന്നു. Sure. And when she says something, it is bold. It is, ഞാൻ അന്ന് സത്യം പറഞ്ഞാൽ എന്നോട് എന്നെ അന്ന് മുക്കാനുള്ള വെള്ളം ഇല്ലായിരുന്നു മാത്രമേ ഉള്ളൂ. എന്നെ എന്റെ ഒരു ടോട്ടൽ ഒരു 3 ലൈൻസ് എന്നെ കൊണ്ട് പറയും. I remember. ഒരു സാക്ഷ്യം കൂടെ പറഞ്ഞു, ഒരു സാക്ഷ്യം പുള്ളിയുടെ സാക്ഷ്യമാ, ഞാനൊക്കെ പറയും. പുള്ളിക്കാരൻ ഒരു മാസം അവസാനമായപ്പോഴത്തേന് പുള്ളിക്കാരന് കുറച്ചൊരു ഇത് വന്നായിരുന്നു, ബോധം വന്ന പോലെ. പുള്ളിക്കാരൻ ഇങ്ങനെ കൈപൊക്കി ഇങ്ങനെ കാണിക്കുമായിരുന്നു. ബൈ ബൈ പറയുന്നതല്ലേ. അങ്ങനെ കൈവെക്കുമ്പോ ഞാൻ എന്നാൽ ആ സമയത്തൊക്കെ സംഭവിച്ചത് എന്നാന്നറിയോ? ഈ സെഡേഷനിലാണല്ലോ. ഐ വാസ് flying or going somewhere, catching something, I was like തുമ്പി എന്ന് പറയുന്ന നമ്മുടെ സാധനമില്ലേ, ബട്ടർഫ്ലൈയുടെ വേറെ ഡ്രാഗൺ ഫ്ലൈ. ഞാൻ ഇലക്ട്രിക്കൽ ഫീൽഡ് ആയതുകൊണ്ട് മൂലമറ്റത്തെ പവർ സ്റ്റേഷൻ മുതൽ ഞാൻ പവർ ഇവിടം വരെ ഞാൻ ആ പവർ ലൈനിൽ കൂടെ വരുമായിരുന്നു. ആ പവർ ലൈനിൽ ഒരു ഹുക്കേല് ബിക്കോസ് എൻ്റെ ജോബ് അതായിരുന്നുകൊണ്ട് ഐ കുഡ് ക്ലൈംബ് അപ്പ് എനിവെയർ. അങ്ങനെ ഞാൻ എവറി ടൈം ഐ കം, then I see I am lying down there in the bed. ആ സമയത്ത് ഈ തുമ്പിയെ പോലെ ഞാൻ എൻ്റെ മൂക്കിൽ കൂടെ കയറാൻ തോന്നുന്നു. ഐ നോ യു ഓൾ വെയർ ഡൂയിങ് ദാറ്റ്, വെന്റിലേറ്ററിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യാനൊക്കെ ശ്രമിക്കുകയായിരിക്കും, അല്ലെങ്കിൽ എന്തോ ചെയ്യാണ്. ഒരു തവണ മാത്രം when I tried, ആ ഫ്ലൈ എൻ്റെ മൂക്കിൽ കൂടെ അകത്ത് കയറി. ആൻഡ് then I started ഇല്ലില്ല, മരിച്ചില്ല. I never saw I am dying, but I have seen hundreds of people dying. And
പെട്ടിക്കകത്ത് പാക്ക് ചെയ്ത് ബോംബെ എയർപോർട്ടിൽ കൊണ്ടുപോയി വെച്ച് അവിടെ നിന്ന് അടുത്ത് കൊണ്ടുപോയി വെച്ച് കുഴിക്കകത്ത് നമ്മുടെ നാട്ടിലെ കുഴിക്കകത്ത് കൊണ്ടുപോയി വെക്കാൻ നേരത്ത് കുഴിക്കകത്ത് 3 പേര് മരിച്ചു. അവരുടെ അച്ഛൻ മരിച്ചിട്ടില്ല അവിടെ. അല്ല, അച്ഛൻ മരിച്ചിട്ടുണ്ട്. അച്ഛൻ സെമിറ്റഡ് ഔട്ട്. ഓ, അത് നമ്മുടെ കൊച്ചായനായിരുന്നു. 3 പേര് മരിച്ചു എന്ന് പറയാം. അല്ല, വളക്കില്ല അപ്പച്ചൻ. വെക്കല്ലേ വെക്കല്ലെന്ന് പറഞ്ഞ് ആ സമയത്തായി പുള്ളി കൈ പൊക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ വെക്കല്ലേ വെക്കല്ലേ കുറച്ച് സമയം കൂടെ കൊടുക്കണം. അതുപോലെ തന്നെ ആ മരിച്ചുപോയ 3 പേരുണ്ട്. വെള്ളമായിട്ട് വെക്കിയിട്ട് നമ്മുടെ നാട്ടിലത്തെ ആ സ്ഥലത്തിട്ട് മറ്റേത് മരിക്കാത്ത ആള് വെക്കല്ലേ ഒരു അല്പസമയം കൂടെ കൊടുക്കണമെന്ന്. അങ്ങനെ പിന്നെ പുള്ളി ഫ്ലൈറ്റിൽ കയറി ഈ ബോഡി തിരിച്ച് സെൻട്രൽ ഹോസ്പിറ്റലിലെത്തി. നിങ്ങൾ അവിടെ അതിന്റെ റൂമിന്റെ അകത്ത് പറയുന്നതൊക്കെ ഞാൻ അത് സ്റ്റോറി ആക്കുന്നുണ്ട്. ഈ ഇതുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് യുനോ വാട്ട് എവർ യുവർ ടോക്ക് എന്നെ ഇന്ന് മദ്രാസിന് കൊണ്ടുപോകണം, അല്ല അവിടെ കൊണ്ടുപോകണം എന്നൊക്കെ പറയുന്നത്. ബട്ട് ഐ നെവർ ഇമാജിൻ ദാറ്റ് മൈസെൽഫ് ദേ ആർ ടോക്കിംഗ് അബൌട്ട് മൈസെൽഫ് ഐ ആം മൈ പേഷ്യന്റ്. അങ്ങനെ ആ രീതിയിൽ എനിക്ക് ഒരിക്കലും ബോധ്യമില്ല. യൂണിറ്റ് കിടന്നുകൊണ്ട് അവിടെ കിടന്നുകൊണ്ട് കാർഡിയക് അറസ്റ്റ് വന്നിട്ട് ഇനി ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞ് ഡോക്ടേഴ്സ് വിട്ട് Even to tell the truth or reality, even shiny children, they all give up the hope. They all bye, because ventilator 3 മാസം കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഈ ലൈനായിരുന്നു. ആ ഗ്യാസ്പിംഗ് ഉണ്ടല്ലോ മെഷീനല്ലേ, ദേ കൂടി Thank you, Lord. See each other. അതുകൊണ്ട് ഇനി ഞാൻ എൻ്റെ മറ്റേ